ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് ഇലട. ഇലേനെ കൊണ്ടുള്ള നമ്മളെ മധുരത്തിൻ്റെ അട ഉണ്ടാക്കണം. ഇതിൻ്റെ എരിവിൻ്റെ അടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റിലെ ഇലട ഉണ്ടാക്കാം. അതിന് നമുക്കൊരു തേങ്ങ ചിരണ്ടി വെച്ച് നമുക്ക് മിക്സിയിലിടാം. മിക്സിയിലിട്ടാൽ നമുക്ക് ചുവന്ന മുളക്, പിന്നെ പെരിഞ്ചീരം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, പിന്നെ കറിവേപ്പില, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ ഒതുക്കിയിട്ട് അങ്ങനെ വെക്കാം. അങ്ങനെ 2 ഉള്ളി, ഒരു തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെ നമ്മൾ തേങ്ങ നല്ലോണം ഒതുക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചട്ടറിന് പോലെ ആക്കിയിട്ട് വെക്കുക. അങ്ങനെ നമ്മളെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഉള്ളി നല്ലോണം ഇടുക. 2 ഉള്ളി നേർങ്ങനെ മുറിച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ ഇലയുടെ മസാലയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ചേട്ടന്മാരെ, അമ്മമാരെ, ഉമ്മമാരെ, താത്താമാരെ, ഉപ്പമാരെ. അങ്ങനെ ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം നമ്മൾ തക്കാളി വാടിയതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ച നമ്മളെ തേങ്ങയും നല്ല ജീരകവും പിന്നെ കറിവേപ്പിലയും പിന്നെ ചുവന്ന മുളക് ഇട്ടിട്ടുള്ള ഒതുക്കിയത് നമുക്ക് അതിലൊഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കുക. പിന്നെ നമ്മളെ പാകത്തിനുള്ള ഉപ്പ് ഇടണേ. അങ്ങനെ നമ്മളെ മസാല എല്ലാം റെഡിയാക്കി വെച്ച് നമുക്ക് ഇനി ഇത് ഇലയിൽ പരത്തിയിട്ട് എടുക്കണം. അങ്ങനെ ഞാൻ പരത്തിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇതിൻ്റെ പിന്നെ അരി നമ്മൾ പിന്നെ ഇടിയപ്പത്തിൻ്റെ അരിയെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെ പുഴുങ്ങലരി പുതിർത്തിയിട്ട് മിക്സിയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ നിന്ന് അരിച്ചിട്ട് അങ്ങനെ ഇലയുടെ എല്ലാം പരത്തി നമ്മൾ ആവിച്ചമ്പിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുന്നതാണ്. ആവിച്ചമ്പിലിട്ട് അരമണിക്കൂർ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഇലയടയാണ് ഇത്. നമുക്ക് തലേ ദിവസം പുഴുങ്ങലരി പുതിർത്തിയിട്ട് ഗ്രൈൻഡറിലോ മിക്സിയിലിട്ട് അരക്കുക. ഗ്രൈൻഡറിലിട്ടാൽ വെള്ളം ഇല്ലാണ്ട് അരച്ചിട്ടെടുക്കുക. മിക്സിയിലാണെങ്കിൽ വെള്ളത്തിലിട്ട് അരച്ചിട്ട് നമുക്ക് അപ്പപ്പൊടി എന്തോ ഇട്ടിട്ട് നമുക്ക് കുഴച്ചിട്ട് മാവ് റെഡിയാക്കിയിട്ട് വെക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഇലയട എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണേ. ബായ്.